ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ ഹിജാബ് വിഷയം താൽക്കാലികമായി അടഞ്ഞ അധ്യായമാണല്ലോ. പക്ഷെ ആ ഹിജാബ് വിഷയത്തിൽ നമ്മളാണ് വിജയിച്ചെന്നും പറഞ്ഞ് കുറെ സംഖ്യകളും കുറെ ക്രിസംഖ്യകളും പിന്നെ സ്കൂളിലെ കാസ മാനേജ്മെന്റ് ഉണ്ടല്ലോ അവരെല്ലാം കൂടി ഇങ്ങനെ തള്ളി വിടുന്നുണ്ട്. പക്ഷെ ഈ തള്ളുന്ന ടീമെല്ലാം ഉണ്ടല്ലോ കോടതി പറഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ട് മുക്കിയെന്ന്. കോടതി എന്താണ് സ്കൂൾ മാനേജറോട് ചോദിച്ചെന്ന് വെച്ചാൽ ഇതൊരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സ്ഥലമല്ലേ, നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു തീരുമാനം എടുത്തുകൂടെ എന്നാണ് കോടതി ആ സ്കൂളിനോട് ആ കാസ മാനേജറിനോട് ചോദിച്ചത്. പക്ഷെ അതൊന്നും നമ്മളെ സംഖ്യകൾ എവിടെയും പറയുന്നില്ല. വിവരവും ബോധമുള്ളവർക്ക് കോടതി എന്താണ് ഉദ്ദേശമെന്നും കോടതി എന്താണ് ആ കാസ മാനേജറോട് പറഞ്ഞതെന്നും കൃത്യമായി മനസ്സിലാവും. ഹിജാബ് പാടില്ല എന്നുള്ള നിങ്ങളെ തീരുമാനം മാറ്റിക്കൂടെ തന്നെയാണ് കോടതി അവരോട് ചോദിച്ചത്. പക്ഷെ സംഖ്യകൾ ക്രിസംഖ്യകൾ അതിനെപ്പറ്റി മിണ്ടുന്നേയില്ല. നമ്മൾ വിജയിച്ചെന്ന് പറയുന്ന പാടി നടക്കുന്നു. വിവരവും ബോധവും ഇല്ലാത്ത ടീമല്ലേ, കല്ലുവലി വിട്ടുകളയാം നമുക്ക്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ വിഷയത്തിൽ ശക്തമായി ആ കാസ മാനേജറിനോട് പ്രതികരിക്കേണ്ടത് ഞാനടങ്ങുന്ന ഹിന്ദു സമൂഹമോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹമോ അല്ല, നല്ലവരായ ക്രൈസ്തവ സമൂഹമാണ് ആ കാസ മാനേജറിന്റെ വർഗീയതക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത്. അങ്ങനെ ക്രൈസ്തവര് ആ കാസക്കെതിരെ ആ കാസ മാനേജിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലവരായ ക്രൈസ്തവർ ആ കാസക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിച്ച ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. സെബീറ്റ ജോർജ് എന്ന ക്രൈസ്തവ സ്ത്രീ ശക്തമായി ആ കാസ മാനേജിന്റെ സ്കൂളിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അവരൊരു സീരിയൽ ആക്ട്രസും കൂടിയാണ്. പല പ്രമുഖരും പല വലിയ നടന്മാരും വലിയ ബിസിനസ്സുകാരെല്ലാം പ്രതികരിക്കാൻ മടിക്കുന്നെടുക്കാം. ഒരു സീരിയൽ നടിയായ ആ സ്ത്രീ ഇത്രയും ശക്തമായി പ്രതികരിച്ചതിന് ഞാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ കേട്ടാ. നമുക്കെന്തായാലും സെബീറ്റ ജോർജ് എന്ന ആ നട്ടലിലുള്ള ക്രൈസ്തവ സ്ത്രീ ആ കാസ മാനേജ്മെന്റിനെതിരെ സംസാരിച്ച ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ബാ. ഡിഗ്രി ചെയ്തപ്പോഴാണ് പിന്നെ എന്നെ പഠിപ്പിച്ചോണ്ടിരുന്നത് സോഷ്യൽ സൈക്കോളജി പഠിപ്പിച്ച ടീച്ചർ തന്നെ ഹിജാബ് ഇട്ടുകൊണ്ട് പഠിപ്പിച്ചൊരു ടീച്ചറായിരുന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എനിക്കത് കണ്ടപ്പോൾ ഒരിക്കലും ആ കോളേജിൽ ഞാൻ ദിവസവും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സബ്ജക്ട് പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും ആ ടീച്ചറിന്റെ മുഖത്ത് നോക്കി പഠിച്ചിട്ട് എനിക്ക് ഒരു കാത്തലിക് നൺസ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു സ്ട്രോങ് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഐ കോൾ മൈസെൽഫ് ക്രിസ്ത്യൻ. ഇപ്പൊ ഞാൻ കാത്തലിക് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല എന്നെ. എന്നിട്ട് പോലും എനിക്ക് ഒരു ഡിസ്കംഫർട്ടും തോന്നിയില്ല അതിന്റെ പേരിൽ. സോ ഞാനത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം യുനോ ഈ സിസ്റ്റേഴ്സിന് അത് യൂണിഫോമിൽ അങ്ങനെ ആർക്കെങ്കിലും എല്ലാവർക്കും ഹിജാബ് യൂണിഫോം ആക്കാൻ പറ്റത്തില്ല. സ്കൂളിൽ യൂണിഫോം വേണം. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ യൂണിഫോം വേണമെന്ന് പറയുന്നത്? ഒരു ഇക്വാലിറ്റി ഒരു ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി വെച്ചിട്ട് ഒരാൾ ഒരു 2000 റുപ്പീസിന്റെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നു വേഴ്സസ് ഒരു 300 രൂപയുടെ ഒരു സ്കേർട്ടും ബ്ലൗസ് ഇട്ടുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു ഡിസ്പാരിറ്റി സ്കൂളിൽ വിസിബിൾ ആയിട്ട് ഉണ്ടാകരുത്, ഒരു വ്യത്യാസം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂണിഫോം വെക്കുന്നത്. അപ്പൊ യൂണിഫോം ആക്കാൻ പറ്റില്ല ഹിജാബ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ബാക്കി യൂണിഫോമിന്റെ എല്ലാ പാർട്ടും ആ കുട്ടി വെയർ ചെയ്തിട്ടുണ്ട്. ഇത് തലയിൽ വെയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് വേറെ കുട്ടികൾക്ക് പേടി ഉണ്ടാക്കുന്നോ അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ സംസാരം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ പേഴ്സണലി. അപ്പം എനിക്ക് ഐ വാസ് എക്കോയിങ് മൈ കൺസേൺ ഇൻ ദ സെൻസ്, നമ്മൾ കുട്ടികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു തിരിവ്, ഒരു യൂണിഫോമിന്റെ കാര്യത്തിൽ പോലും ഒരു ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും ഓർണമെന്റ്സ് സ്വർണ്ണം ഇട്ടുകൊണ്ട് വരരുതെന്നും ഒക്കെ പറയുന്നത് സ്വർണ്ണം നഷ്ടപ്പെടും എന്നുള്ള പ്രശ്നമുണ്ട്. എങ്കിൽ കൂടിയും ഒരാൾക്ക് സ്വർണ്ണം ഇല്ലാതെ വരും ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് അത് വിഷമമാകരുതെന്ന് വിചാരിച്ചിട്ടില്ലേ? സോ ആ ഒരു തിരിവില്ലാതെയാക്കാൻ നമ്മൾ യൂണിഫോം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പിന്നെ ഒരു കുട്ടി ഹെഡ് കവർ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു എന്തോ തീവ്രവാദമാണെന്നോ ലൈക്ക് എന്തോ ഒരു. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാ. എന്റെ കൂടെ മുസ്ലിം കുട്ടികൾ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വളർന്നു വന്നത്. ഈ അടുത്ത ഒരു 5 വർഷത്തോളം ആയിട്ട് മാത്രമേ ഇത്തരം ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുള്ളൂ. ശരിക്കും അതിന്റെ ഒരു കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും ഇതിപ്പോ ഒരു യൂണിഫോമിന്റെയോ തല കവർ ചെയ്യുന്ന ഒരു ഹിജാബിന്റെയോ ഒന്നുമല്ല. ശരിക്കും ഈ മതത്തെ പറ്റി ഓവറായിട്ട് എക്സ്ട്രീമായിട്ട് സംസാരിക്കുന്നവരുടെ ഉദ്ദേശം എന്താ? ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് ഒരു പൊളിറ്റിക്കലോ ഫൈനാൻഷ്യലോ എക്കണോമിക്കലോ ആയിട്ടുള്ള ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ ഇത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ പുറകെ പോകുന്നു. ഞാൻ ഇതിനെ പൊളിറ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ ജാതി സംസാരിക്കാനോ, ഇപ്പം ആ ഹിജാബിന്റെ സ്ഥാനത്ത് ഒരു പർദ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണ് മാത്രം വിസിബിൾ ആയിട്ടുള്ള കുഞ്ഞു പിള്ളേര് അങ്ങനത്തെ ഡ്രസ് ഇട്ടുണ്ട്. ശരിയാണ്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാനത് വേറെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതിനെപ്പറ്റി എന്നോട് ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ പറയും അതൊരു സ്കൂളിൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റുന്ന ഡ്രസ്സായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു സ്കാർഫാണ്, ഒരു ഹെഡ് മാത്രമാണ് കവർ ചെയ്യുന്നത്, കുട്ടിയുടെ ഫേസ് കവർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് എനിക്ക് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നാവുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ്, നിങ്ങൾ വേറൊരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ബൈബിളിൽ, ഐ ഡോണ്ട് നോ വെദർ ക്രിസ്ത്യൻ, ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ വേറൊരാള് അവര് നമ്മളിലും കുറവാണെന്നോ അല്ലെ എന്തെങ്കിലും നമ്മൾ സുപ്പീരിയർ ആണെന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെയല്ല ബൈബിളിൽ പറയണേ. ബൈബിളിൽ പറയുന്നത് വേറൊരാളെ നീ കല്ലെറിയുന്നതിന് മുമ്പ് നീ നിന്റെ കണ്ണിലെ കരട്
ആദ്യം എടുത്തിട്ട് വേണം നീ അറിയാൻ. വിച്ച് മീൻസ് യു ഹാവ് ടു ഫസ്റ്റ് ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. ഞാൻ ചെയ്യുന്നത് ഒരു ക്രിസ്ത്യനായിട്ട് ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ? എന്നിട്ട് വേണം ഞാൻ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല, അത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രൊമോട്ട് ചെയ്യാനാണെന്നോ അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആർ യു ഡൂയിങ് ദ റൈറ്റ് തിങ്? ഇതൊക്കെയാണ് നിലപാട്, ഇതിനൊക്കെയാണ് നിലപാട് എന്ന് പറഞ്ഞ് ഇവരൊക്കെയാണ് നട്ടലുള്ള സ്ത്രീ എന്ന് പറയുന്നത് കേട്ടോ. അവര് പറഞ്ഞത് എത്ര കറക്റ്റാണ്. അവരുടെ സമൂഹത്തിൽ, അതായത് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തീർക്കാതെ വേറൊരു സമൂഹത്തിനെ കുറ്റം പറയാൻ വേണ്ടിട്ട് നാണവും മാനവും ഇല്ലെന്നാണ് ആ കാസ മാനേജറിനോടും ആ കാസ കന്യാസ്ത്രീയോടും ഈ സ്ത്രീ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ വലിയ താരങ്ങളടക്കം ഇങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി ഭയപ്പെടുന്ന ഈ സമയത്ത് ഈ ഒരു സീരിയൽ ആക്ട്രസ് ഇത്രയും പ്രതികരിച്ചതുണ്ടല്ല, അവരത്രമാത്രം സമ്മതിക്കണം കേട്ടോ. അവർക്ക് അത്രമാത്രം മനുഷ്യത്വമുണ്ട്, അവർക്ക് അത്രമാത്രം ക്രൈസ്തവ ബോധമുണ്ട്. അവർ ബൈബിളിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചത് കൊണ്ടാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രൈസ്തവരോട് പറയുന്നത്, നിങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങളെ ഇടയിൽ കയറിയുള്ള കാസയെ തകർക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുവോ കേരളത്തിലെ മുസ്ലിമോ അല്ല, നിങ്ങൾ തന്നെയാണ്, ക്രൈസ്തവർ തന്നെയാണ് നിങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാസയെ ഈ നാട്ടിൽ നിന്ന് തകർത്തോടിക്കേണ്ടത്. അവര് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇപ്പൊ പള്ളിക്കൂടങ്ങളിൽ കയറി നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അവർ വർഗീയത കുത്തിക്കയറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ ഓട്ടിക്കാൻ, കാസയെ നിങ്ങളുടെ ഐഡിയയിൽ നിന്ന് ഓട്ടിക്കാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങണം, അവർ ഇപ്പൊ ഓട്ടിക്കണം, ഇപ്പോഴേ നമുക്ക് പറ്റൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ശക്തമായി കഴിഞ്ഞില്ലേ അവരുടെ പിന്നിൽ ചാണക സംഖ്യയുണ്ട്, അവർക്ക് വേണ്ട എത്ര പണവും കൊടുക്കാൻ വേണ്ടി തയ്യാറായി ചാണക സംഖ്യയുണ്ട്. അതുകൊണ്ട് അവരെ ഇപ്പൊ ഓട്ടിക്കുക, പിന്നെ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരും. അങ്ങനെ നിങ്ങൾ അവരെ ഓട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്തുണ തരാൻ വേണ്ടി മാത്രമേ ഇവിടുത്തെ നല്ലവരായ ഹിന്ദുവിനും നല്ലവരായ മുസ്ലിമിനും കഴിയൂ. ഓട്ടിക്കേണ്ട കാര്യം നിങ്ങൾ തന്നെ നടത്തണം. നിങ്ങൾക്കുള്ള പൂർണ്ണ പിന്തുണ നമ്മൾ നൽകിയിരിക്കും, നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ആ കാസയെ ഓട്ടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉത്തരേന്ത്യയിൽ അക്രമം നേരിടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കേരളത്തിൽ പോലും ആരും ഉണ്ടായില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ കാസയുണ്ടല്ലോ, ആ കാസ തന്നെയായിരിക്കും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ കൂടെ ആദ്യം നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഉണ്ടാവില്ല. അപ്പൊ നട്ടെല്ലോടുകൂടി സംസാരിച്ച, നട്ടെല്ലോടുകൂടി തന്റെ മതത്തെ പറ്റി കൃത്യമായി പഠിച്ച് സംസാരിച്ച സെബീറ്റ ജോർജിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.